വലിയൊരു സ്വപ്നം, വലിയൊരു ജേണി ഇന്ന് സിനിമ പ്രേക്ഷകർക്കായി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? അനഘോട് പറഞ്ഞൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം എന്താ പറയുക, യാഥാർത്ഥ്യഭാവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ശരിക്കും. അതിനകത്ത് ഇപ്പം രാജുവായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ടൊബിബ്രോയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, സൗബിബ്രോയോട് ആദ്യമായിട്ടാണ്. ഈ ഖലീഫയില് ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം. ആ സീൻ എഴുതുമ്പോൾ ശരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. അതായത് തലേ ദിവസമാണ് ഞാൻ ആ സീൻ എഴുതുന്നത്. രാജുവിനറിയാം, വൈശാഖനറിയാം, ഞാൻ ആ സീൻ എഴുതുന്നത് തലേ ദിവസമാണ്. ആ ഡയലോഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആ സ്വപ്നം നാളെ നടക്കാൻ പോകുന്നതിൽ വിശ്വസിക്കാൻ പറ്റാതെ എഴുതിയ ഡയലോഗാണ്. അത് എനിക്ക് ഞാൻ സിനിമയിലെത്തി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വരിയെങ്കിലും ലാലേട്ടൻ ഒന്നൊരു ഡയലോഗ് സംസാരിക്കണോ. പക്ഷെ അത് നടന്നു. പിന്നെ സിനിമ നമ്മൾ തുടങ്ങി അത് കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല പൂർത്തീകരണവും ഒരു പുതിയ തുടക്കവും ഉണ്ടാകാൻ പോകുന്നതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിനെൻ്റെ ഒപ്പം നിന്ന് എല്ലാവരും, ഇപ്പം ചേട്ടനാണെങ്കിലും രാജു ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ടൂബ്രോ ആണെങ്കിലും എല്ലാവരും, സൗബിൻ ബ്രോ, എല്ലാവരും, ഞാൻ ആരെയും പ്രത്യേകിച്ചും പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ എന്താ പറയുക. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ആസ് എ ടെക്നീഷ്യൻ എൻ്റെ ഒപ്പം നിന്ന് ഈ സിനിമ തീർക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ടെക്നീഷ്യന്മാരും സഹകരിച്ചു. അതായത് അവർ സമയം നോക്കാതെ വർക്ക് ചെയ്തു. ഈ സിനിമ ഇന്ന സമയത്ത് റിലീസ് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര അവരുടെ തന്നെ ഒരു ആവശ്യമായിട്ട് തന്നെ ചെയ്തു. അവരുടെ ഹെൽത്തും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും, അവരുടെ സൗകര്യങ്ങളൊക്കെ, ജെയ്ക്സൊക്കെ ആ രീതിയിലാണ് നമ്മളൊപ്പം നിന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ എന്താ പറയുക നന്ദി പറയുകയാണ്, ഈ സ്വപ്നം എനിക്ക് പൂർത്തീകരിച്ച് തരാൻ എൻ്റെ ഒപ്പം നിന്നതിന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള എൻ്റെ ഒപ്പം എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് സിജോ, സൂരജ്, എംബോക്സിൻ്റെ നീലീഷ്, ഡോക്ടർ, അതുപോലെ തന്നെ ശ്രീലാൽ, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്.